ഇന്ന് നമുക്ക് മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 650 ഗ്രാമാണുള്ളത്. മാങ്ങ നന്നായി കഴുകിയ ശേഷം വെള്ളം ഒട്ടുമില്ലാതെ തുടച്ചെടുക്കണം. മാങ്ങയുടെ തൊലി ചെത്തിക്കളയാതെ തന്നെയാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം കുറഞ്ഞത് അരമണിക്കൂർ മാറ്റിവെക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിനായി നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ആയാലും മതി. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 15 അല്ലി ചെറിയ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 8 എണ്ണം മതിയാവും. 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുകും ഉലുവായും ചെറുതായി ഒന്ന് ചൂടാക്കി തരിതരിപ്പായി പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യണം. മാങ്ങ വേകേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് അച്ചാറിന് രുചി കൂടാൻ സഹായിക്കും. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അച്ചാർ തണുത്ത് കഴിയുമ്പോൾ ഉണങ്ങിയ ഒരു ഭരണിയിലാക്കി സൂക്ഷിക്കാം.